വർഷം 1984. പാലായിലെ പള്ളിപ്പെരുന്നാൾ കൊടിയേറിയ സമയം. നാട്ടുകാരെല്ലാം പെരുന്നാൾ ആഘോഷമാക്കി പള്ളിയിൽ ഒത്തുകൂടിയപ്പോൾ ആ കൂട്ടത്തിൽ അല്പം മാറി നിന്ന് സംസാരിക്കുന്ന 3 സുഹൃത്തുക്കൾ. സെബാസ്റ്റ്യൻ ജി മാത്യു, ജോർജ് തോമസ്, സ്റ്റീഫൻ ജോസഫ് എന്നിവരായിരുന്നു ആ 3 കൂട്ടുകാർ. 3 പേരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. അവർ അവിടെ ഒത്തുകൂടിയത് സൗഹൃദ സംഭാഷണത്തിന് മാത്രമായിരുന്നില്ല. അവർ തമ്മിൽ ഒരു ആശയം ചർച്ച ചെയ്യുകയായിരുന്നു. തങ്ങൾക്ക് ലഭിച്ച വിദ്യാഭ്യാസത്തിന്റെ മൂല്യം ആ നാട്ടിലെ കുട്ടികൾക്ക് പകർന്നു നൽകുക. അതിനായി ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങുക. ട്യൂഷൻ സെന്റർ തങ്ങൾക്കൊരു ജോലി സാധ്യത കൂടിയാണെന്നും അവർക്കറിയാമായിരുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി പാല അൽഫോൺസ കോളേജിനടുത്തുള്ള ഒരു പഴയ കെട്ടിടം 1500 രൂപയ്ക്ക് വാടകയ്ക്കെടുക്കുന്നു. അവർ തങ്ങളുടെ ട്യൂഷൻ സെന്ററിന് പേരുമിടുന്നു, ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. ട്യൂഷൻ സെന്റർ തുടങ്ങി 1 വർഷം കഴിഞ്ഞപ്പോൾ അവർക്കൊപ്പം മറ്റൊരു അധ്യാപകൻ കൂടി ജോയിൻ ചെയ്തു. ബി സന്തോഷ് കുമാർ എന്നായിരുന്നു ആ അധ്യാപകന്റെ പേര്. അച്ചടക്കവും കൃത്യമായുള്ള പരിശീലനവും ആ ട്യൂഷൻ സെന്ററിനെ പടിപടിയായി ഉയർത്തി. ട്യൂഷനൊപ്പം എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകൾക്കുള്ള പരിശീലനവും ആ 4 കൂട്ടുകാരും ചേർന്ന് ആരംഭിച്ചു. തൊട്ടടുത്ത വർഷം നടന്ന എൻട്രൻസ് പരീക്ഷകളിൽ പാല ബ്രില്യൻസിലെ കുട്ടികൾ എൻട്രൻസ് പരീക്ഷകൾ പാസ്സാകുകയും എഞ്ചിനീയറിംഗ്, MBBS സീറ്റുകളിൽ പ്രവേശനം നേടുകയും ചെയ്തു. 1984 ഏതാനും കുട്ടികൾക്ക് ട്യൂഷൻ നൽകി തുടങ്ങിയ ആ സ്ഥാപനം ഇന്ന് കേരളത്തിലും ഇന്ത്യയിൽ ഒട്ടാകെയും എഞ്ചിനീയറിംഗ്, മെഡിക്കൽ എൻട്രൻസ് പരിശീലന രംഗത്തെ പകരം വെക്കാനാകാത്ത പേരായി മാറി. ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല. നമസ്കാരം. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 എൻട്രൻസ് കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ പാല ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരാണ് പാല ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഈ പ്രശസ്തമായ ക്യാമ്പസിന്റെ പഠന സൗകര്യങ്ങളും അക്കാഡമിക് അന്തരീക്ഷവും നമുക്കൊന്ന് അടുത്തറിയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലയിലെ മുത്തോലിയിലെ ബ്രാഞ്ചിലാണ്. ഇവിടെ തന്നെ ആക്ച്വലി ABCD പിന്നെ G ഒരു എക്സ്ട്രാ ബ്ലോക്ക് ആണ്. ഇതിൽ G ബ്ലോക്ക് എന്ന് പറയുന്നത് ഗേൾസിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ നെയിംഡ് ഗാലക്സി, G for ഗാലക്സി. അഡ്മിഷൻസ് ആയിക്കളുടെ, കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആയിക്കളുടെ, ഇതിന്റെയൊക്കെ ഒരു ഇനീഷ്യൽ അല്ലെങ്കിൽ ആദ്യത്തെ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് എല്ലാം കൊടുത്തു തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ദേശീയ തലത്തിൽ വീണ്ടും ചരിത്രം രചിച്ച് പാല ബ്രില്യന്റ് സ്റ്റഡി സെന്റർ JEE മെയിൻ, BARC, B പ്ലാനിംഗ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ പാല ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് 1ാം റാങ്കിന്റെ തിളക്കം. ആർക്കിടെക്ചറിലും പ്ലാനിംഗിലും അഭിരുചിയുള്ള വിദ്യാർത്ഥികൾ സ്വപ്നം കാണുന്ന NIT അടക്കമുള്ള ദേശീയ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്ന പ്രവേശന പരീക്ഷയിലാണ് 1ാം റാങ്കുകളുടെ തിളക്കത്തോടെ പാല ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ഈ സുവർണ നേട്ടം. 2026 JEE മെയിൻ, BARC, B പ്ലാനിംഗ് പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ 100% സ്കോർ നേടി ഗൗരി ശങ്കർ V ആണ് അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയത്. BARC പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 100% സ്കോറോടെ ഇന്ത്യയിൽ 1ാമതെത്തിയ മീര കൃഷ്ണ തിരുവനന്തപുരം നെയ്യാറ്റിൻകര വടകോട് സ്വദേശിനിയാണ്. BARC കാറ്റഗറി വിഭാഗത്തിൽ ആദില സിയനിനാണ് 1ാം റാങ്ക്. BARC B പ്ലാനിംഗ് വിഭാഗത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 10 റാങ്കിനുള്ളിൽ 5 പേരും ആദ്യ 100 റാങ്കിനുള്ളിൽ 27 പേരും ബ്രില്യന്റിൽ പരിശീലനം നേടിയവരാണ്. ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ബ്രില്യന്റിന്റെ ഡയറക്ടർമാരും അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് അനുമോദിച്ചു. ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് നെടുന്തൂണുകളായി 4 ഡയറക്ടേഴ്സ് ആണുള്ളത്. ശ്രീ ജോർജ് തോമസ്, ശ്രീ സ്റ്റീഫൻ ജോസഫ്,
ശ്രീ സെബാസ്റ്റ്യൻ മാത്യു ആൻഡ് ശ്രീ സന്തോഷ് കുമാർ. അവരുടെ ലോഞ്ചിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് അവരെ പോയി കാണാം. തിരക്കിലാണോ മീറ്റിംഗിലാണോ എന്നൊന്നും അറിയില്ല. എനിവേ, ലെറ്റ്സ് ഗോ ആൻഡ് മീറ്റ് ദം. പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ 4 പില്ലേഴ്സ് ആണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ദി ഡയറക്ടേഴ്സ് ഓഫ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു പാലാ പള്ളി പെരുന്നാൾ കാലത്ത് നിങ്ങൾ എടുത്തൊരു തീരുമാനമാണ് നിങ്ങളെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചതെന്ന്. 4 പേരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഈ ഒരു സൗഹൃദത്തിന്റെ ശക്തി തന്നെയാണ് ഇതിന്റെ വിജയത്തിന്റെ ഒരു കാരണം എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ശരിയാണ്. പിന്നെ ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മള് യാദൃശ്യമായിട്ട് തുടങ്ങിയതാണ്. തുടക്കം നമ്മള് 4 പേര് എന്ന് പറഞ്ഞാൽ 3 പേര് തുടക്കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരു വർഷം കഴിഞ്ഞാണ് 4ാമത്തെ ആള് അന്നൊരു ട്യൂഷൻ സെന്റർ ആയിട്ടാണ് തുടങ്ങിയത്. ട്യൂഷൻ സെന്ററാണ് എൻട്രൻസ് കോച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നോ? അന്ന് എൻട്രൻസ് കോച്ചിങ് ഒക്കെ നാട്ടിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആരംഭില്ല 84-85 കാലഘട്ടം. എൻട്രൻസ് ഒക്കെ ആരംഭിച്ച് വന്ന് 2-3 ആയതേ ഉള്ളൂ. അപ്പൊ ആദ്യം ട്യൂഷൻ സ്റ്റെപ്പ് അത് പഠിച്ചിട്ടാണ് ഞങ്ങൾ പതൊക്കെ 2-3 വർഷത്തിന് ശേഷം എൻട്രൻസ് ആരംഭിച്ചത്. എപ്പോഴാണ് ഇതിലൊരു വലിയ ഫോക്കസ് നൽകണം എന്നൊരു ഉറച്ച തീരുമാനം എടുത്തത്? ഏതായാലും ഞങ്ങൾ ട്യൂഷൻ തുടങ്ങി. അപ്പൊ കുറച്ച് പിള്ളേരെ ചോദിച്ചു, എൻട്രൻസ് സഹായിക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്രീ ടൈം അന്ന് കോളേജിലെ ട്യൂഷനാണ്, രാവിലെ വൈകിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ചെറുതായിട്ട് സഹായിച്ചു. പിറ്റത്തെ വർഷം സന്തോഷ് സാറിന്റെ ഒരു ആശയം കൊണ്ട് ഞങ്ങൾ എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് കിടക്കുന്നു. അതും ഒരു ബാച്ചിൽ 2 ബാച്ച് മാത്രം, 70 പേരെ കൊണ്ട് 2 ബാച്ചായി. 2 ബാച്ചിന് കാരണം ഞങ്ങൾക്ക് അത്രയും പേർക്കുള്ള സ്പേസേ ഉണ്ടായിരുന്നു, ഇരുത്താനുള്ള സ്പേസേ ഉണ്ടായിരുന്നു. 2 ബാച്ച് കൊണ്ടായിട്ട് തുടങ്ങി. അതിനകത്തുനിന്ന് നല്ല റിസൾട്ട് ഉണ്ടായി. അടുത്ത വർഷം പിന്നെയും കൂടി. അങ്ങനെ പടിപടിയായിട്ട് ഞങ്ങൾ വലുതായി വരികയാണ്. ഓരോ ബിൽഡിങ്ങും ബിൽഡിംഗ് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുന്നതോറും ഞങ്ങൾ വലുതായി വന്നു. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ ചില പദ്ധതികളും സ്കോളർഷിപ്സും ഒക്കെ കൊടുത്തു വരുന്നു. അതെന്തൊക്കെയാണ്? കുട്ടികളെ കാണുമ്പോഴും പേരൻസ് വന്ന് പറയുമ്പോഴും അതുപോലെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ അറിയിക്കും. അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നറിയിച്ചാല് അവരെ വിളിച്ചന്വേഷിച്ച് ഞങ്ങൾ അർഹമായ സാമ്പത്തിക ഇത് കൊടുക്കുന്നുണ്ട്. ഫീസ് വാങ്ങിക്കാത്ത കുട്ടികളുണ്ട്, ഭക്ഷണം അങ്ങോട്ട് കൊടുത്ത് പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്. 10-20% കുട്ടികൾ ഇവിടെ സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ സഹായത്തോടെ പഠിക്കുന്നവരാണ്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്ക് സ്റ്റുഡന്റ് മൈത്രി പ്രോഗ്രാം ഉണ്ട്. അത് ഞങ്ങൾ പബ്ലിഷ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം പബ്ലിഷ് ചെയ്യുന്ന ആർക്ക് കൊടുത്തു എന്നറിയിക്കാനല്ല, കൊടുക്കുന്നു എന്നറിയിക്കാൻ ആവശ്യമുള്ളവർ ചോദിച്ചു വരാൻ വേണ്ടി മാത്രമാണ്. അർഹതപ്പെട്ടവർക്ക് അതിനുള്ള അവസരം കിട്ടാതെ വരുന്നു എന്നൊരു തോന്നൽ വന്നുകൊണ്ട് ചെയ്തതാണ്. നമ്മൾ 42 വർഷങ്ങൾ പിന്നിടുകയാണ്. ഈ ഒരു കാലയളവിൽ ഒരുപാട് മാറ്റങ്ങൾ, പ്രത്യേകിച്ചും പഠന രീതികളിലും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെല്ലാം അനുസൃതമായിട്ട് ബ്രില്യൻറ്റ് മുന്നോട്ട് കുതിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ സാർ ഈ ഒരു കാലഘട്ടത്തെയും ഈ മാറ്റങ്ങളെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? കാലഘട്ടങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. അത് വളർച്ചയുടെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ കാലഘട്ടങ്ങളിലും എക്സാമിനേഷനിൽ വരുന്ന മാറ്റങ്ങള്, അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ആദ്യമേ തുടങ്ങി ശ്രമിച്ചിരുന്നു. അതാണ് ഈ വിജയത്തിന്റെ ഒരു പ്രധാന കാരണം. ഇപ്പം കോവിഡിന്റെ സമയത്ത് നമുക്ക് നമ്മള് കംപ്ലീറ്റ് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറി. അതൊരു വലിയൊരു വിജയമായിരുന്നു. എല്ലാരും പകച്ചു നിന്നിരുന്ന ആ സമയത്ത് ഞങ്ങൾ ധൈര്യമായിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ സംവിധാനത്തിലേക്ക് നമുക്ക് എത്തപ്പെടാൻ പറ്റി. അത് അങ്ങനെയുള്ള മാറ്റങ്ങൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ നടത്തുന്ന ആ ഒരു സാഹചര്യമാണ്, ആ ഒരു സാധ്യതയാണ് ഞങ്ങളെ എല്ലാ കാലത്തും വിജയത്തിലെത്തിക്കുന്നത്. അതാണ് ഈ 42 വർഷം കൊണ്ട് നമ്മൾ ഒരു വിജയത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. നന്നായിട്ട് പഠിക്കുന്ന, നല്ല മാർക്ക് നേടുന്ന കുട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ടല്ലോ. ഏതൊക്കെയാണ്? നമുക്കിവിടെ പല കോഴ്സുകളുണ്ടല്ലോ. എൻട്രൻസിന്റെ എല്ലാ കോഴ്സുകൾക്കും ഏറ്റവും പഠിക്കുന്ന, മുൻപന്തി നിൽക്കുന്ന വളരെയധികം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. അത് 100% മുതൽ താഴോട്ട് കുറേശ്ശെ 10% വരെ കൊടുക്കും, അവരുടെ മാർക്കിന്റെ റേറ്റ് വെച്ച്. കുട്ടികൾക്ക് അതൊരു ഭയങ്കര പ്രോത്സാഹനവും അല്ലെ, ഒരു എൻകറേജ്മെന്റും ഒക്കെ തന്നെയാണ്, സപ്പോർട്ടും കൂടിയാണ്. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കിട്ടുന്നവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത് ഭയങ്കര താല്പര്യമാണ്. അതെ, എന്തായാലും വെൽ ഡിസേർവിംഗ് ആണെന്ന് കൂടി പറയാം. കാരണം അവരുടെ കഴിവിനാണ് നമ്മൾ 2 വിധത്തിൽ കൊടുക്കുന്നുണ്ട്. മാർക്കിന്റെ കണ്ടീഷൻ
അപ്ലിക്കേഷൻ വെച്ച് കൊടുക്കും. കൂടാതെ ഞങ്ങൾ ഇവിടെ ടെസ്റ്റ് ഇടും ഇടയ്ക്കിടയ്ക്ക്. ആ ടെസ്റ്റിന്റെ കെയർ ഓഫിലും സ്കോളർഷിപ്പ് കൊടുക്കും. ബ്രില്യന്റിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? കൂടുതൽ നല്ല മെച്ചപ്പെട്ട വിജയം ഉണ്ടാക്കുക. അത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, മറ്റൊത്തിരി മേഖലകളുണ്ട്. ഇപ്പം ഐസറ തുടങ്ങിയ ഒരുപാട് സയൻസ് ബേസ്ഡ് ആയിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവിടെയൊക്കെ കൂടുതൽ കുട്ടികളെ, ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ ബേസിൽ പല സ്ഥാപനങ്ങളിലും, ഇപ്പം ഏറ്റവും സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ AFMCയിൽ ഇപ്രാവശ്യം 21 മലയാളികളുണ്ട്. 19 പേരും ബ്രില്യൻറ്റുകാരാണ്. അപ്പം ഓൾ ഇന്ത്യ ലെവലിൽ പോലും നമുക്ക് ഞങ്ങളുടെ പ്രസൻസ്, അല്ല ഞങ്ങളുടെ കുട്ടികളുടെ പ്രസൻസ് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക. കാര്യം 50ഓളം ഫസ്റ്റ് റാങ്കുകളും ഇന്ത്യയിലെ നീറ്റിന്റെ ഫസ്റ്റ് റാങ്കും ഇന്ത്യയിലെ IITയുടെ 3rd റാങ്കും ഒക്കെ വാങ്ങിച്ചെങ്കിൽ പോലും എന്തുകൊണ്ട് IITക്ക് ഒരു ഫസ്റ്റ് റാങ്ക് ഞങ്ങൾക്ക് വാങ്ങിച്ചുകൂടാ, ഞങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങിച്ചുകൂടാ? അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. Brilliant Study Center, India's #1 coaching center for NEET and JEE. ബ്രില്യന്റിന്റെ ഏറ്റവും വലിയ സമ്പത്ത് പ്രതിഭാധനരായ അധ്യാപകരാണെന്ന് നിസ്സംശയം പറയാം. ബ്രില്യന്റിലെ ഓരോ അധ്യാപകരും തങ്ങളുടെ അറിവും ആശയങ്ങളും പരിചയസമ്പത്തുമെല്ലാം ഓരോ വിദ്യാർത്ഥിയുടെയും വിജയത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. We have with us Justice Sir. അദ്ദേഹം ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആണ്. സർ നമസ്കാരം. ശരിക്കും ഈ കഴിഞ്ഞ 40-42 വർഷക്കാലമായിട്ട് നമുക്ക് 30 ഫസ്റ്റ് റാങ്ക്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഓൾ ഇന്ത്യ, കേരള. അപ്പോ 30-ലധികം അല്ലേ സർ? അതിന്റെ ഒരു കണക്ക് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഏകദേശം 30-ലധികം ഫസ്റ്റ് റാങ്കുകൾ ബ്രില്യന്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതായത് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക്, ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ JEE മെയിനിലെ ടോപ്പുകൾ വന്നിട്ടുണ്ട്. കേരള ഫസ്റ്റ് റാങ്കുകൾ എല്ലാം കൂടി 30-ലധികം ഫസ്റ്റ് റാങ്കുകൾ എഞ്ചിനീയറിംഗ് മെഡിക്കൽ സ്ട്രീമിലൂടെ വന്നിട്ടുണ്ട്. ബ്രില്യന്റിനെ എന്തുകൊണ്ടും വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ ഈ 42 വർഷത്തെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ റിസൾട്ട് ഓറിയന്റഡ് ആണ് ബ്രില്യന്റ് എന്ന് പറയുന്നത്. ബ്രില്യന്റിന്റെ എന്നും റിസൾട്ട് ഉണ്ട്, എക്കാലവും റിസൾട്ട് ഉണ്ടായിരുന്നു. 2009 ചരിത്രത്തിലെ ബ്രില്യന്റിലെ ഏറ്റവും വലിയ നേട്ടമാണ്, അല്ലെങ്കിൽ ഒരു മലയാളികളുടെ മൊത്തത്തിലുള്ള ഒരു നേട്ടമാണ് ജൈവൻ ജോർജിലൂടെ പൂർത്തിയായത്. അതായത് എയിംസിന് അന്നേ വരെ ഒരു മലയാളിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടില്ല, പിന്നീട് ഇങ്ങോട്ടും ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടില്ല. ഒരു മലയാളി വിദ്യാർത്ഥി എയിംസിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി. ഡൽഹി എയിംസ്, അന്ന് എയിംസിന്റെ ഒരു ഒറ്റ എക്സാം ആണല്ലോ, നാഷണൽ വൈഡ് എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ ജൈവൻ ജോർജ്. അതേ വർഷം തന്നെ അഖിലേന്ത്യാ തലത്തിൽ ജൈവന് 3ാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. അതുപോലെ കേരള ഫസ്റ്റ് റാങ്കുമായിരുന്നു, കേരള മെഡിക്കൽ ഫസ്റ്റ് റാങ്ക്. പിന്നീട് ബ്രില്യന്റിന്റെ ഒരു ചരിത്രം തിരുത്തിയ ഒരു റാങ്കാണ് 2016 ഡോക്ടർ മുഹമ്മദ് വിനുവർ. അപ്പോൾ അദ്ദേഹം ഇന്ന് എയിംസിലെ റെസിഡന്റ് ഡോക്ടറാണ്. അതൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പോകുന്നത്. റെസിഡന്റ് ഡോക്ടറാന്ന് പറയുമ്പോൾ കേരള എൻട്രൻസിൽ 960 960 എന്ന് പറയുന്ന സ്വപ്ന നേട്ടം കരസ്ഥമാക്കാനായിട്ട് മുഹമ്മദ് വിനുവറിലൂടെ ബ്രില്യന്റിന് സാധിച്ചു. ചരിത്രത്തിലെ ഏറ്റവും പ്രയാസമേറിയ നീറ്റ് എക്സാം ആയിരുന്നു 2025 നടന്നത്. അതില് കേരളത്തിൽ ആര് 1ാം സ്ഥാനത്തെത്തും, അപ്പോ ഈ 42 വർഷത്തെ എക്സ്പീരിയൻസിനൊക്കെ എങ്ങനെയാകുമെന്ന് ആളുകൾ നോക്കിയിരുന്നു. അതും ബ്രില്യന്റ് നേടി. അതുകൊണ്ട് റിസൾട്ട് ഓറിയന്റഡ് സ്ഥാപനമാണ്. ബ്രില്യന്റിനെ കേരളത്തിലെ മലയാളികൾക്ക് അപ്പുറത്തേക്ക് രാജ്യത്തിന് മൊത്തം പ്രിയങ്കരമാക്കുന്നത് ബ്രില്യന്റിന്റെ റിസൾട്ട് ഒന്ന് മാത്രമാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷകളുടെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൽ വിജയിച്ചവരിൽ 90% ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണെന്നതാണ് ചരിത്രം. 2025 ജി മെയിൻ പരീക്ഷയിൽ സംസ്ഥാനത്ത് ഒന്നാമനായ അക്ഷയ് ബിജു, 2024 നീറ്റ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 720-ൽ 720 മാർക്കോടെ 1ാം സ്ഥാനം നേടിയ ശ്രീനന്ദ് ശർമ്മൽ ഉൾപ്പെടെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷകളിൽ 25 തവണ 1ാം സ്ഥാനക്കാരെ സംഭാവന ചെയ്യുവാൻ ബ്രില്യന്റിന് സാധിച്ചു. ഇന്ന് രാജ്യത്തെ ഏതൊരു പ്രമുഖ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സയൻസ് അനുബന്ധ പഠന സ്ഥാപനങ്ങളിലും ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാണുള്ളത്. കേരളത്തിലെ ഗവൺമെന്റ്, പ്രൈവറ്റ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ 90% വിദ്യാർത്ഥികളും പാലാ ബ്രില്യന്റിൽ നിന്നും ഉള്ളവരാണ്. ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയ ജോസഫ് സാറും സെർമോൻ സാറുമാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. ബ്രില്യന്റിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാന്ന് പറയുന്നതിന് ശരിക്കും ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും ഭയങ്കര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സർ, ഇതിന്റെ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി നമ്മള് അഡ്മിഷൻ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ +2 ശേഷം വരുന്ന കുട്ടികളാണ്. അപ്പൊ അതിന് നമ്മളൊരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എല്ലാവർക്കും കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. അപ്പോ അതിന് നമുക്കൊരു കിട്ടാൻ കഴിവുണ്ട് എന്ന് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്ന അവരുടെ പ്രീവിയസ്
മാർക്കുകളാണ്. അത് നമ്മൾ ബോർഡ് എക്സാമിന്റെ മാർക്ക്, അത് സ്റ്റേറ്റ് സിലബസ് ആയാലും CBSE ആയാലും ISC ആയാലും അവരുടെ ബോർഡ് എക്സാമിന് ഒരു മാർക്ക് നമ്മളൊരു ക്രൈറ്റീരിയ വെക്കും. അതുകൂടാതെ അവര് +2 സമയത്ത് നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടാവും. അതിന്റെ സ്കോറും നമ്മൾ നോക്കിയിട്ട് ആ ഒരു സ്കോർ വെച്ച് നമ്മൾ അളക്കും, ഇവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ. അതിൽ താഴേക്കുള്ള കുട്ടികൾക്ക് കിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല, പക്ഷെ ചാൻസ് കുറവായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ച് എടുക്കുന്നത് മാത്രം. പക്ഷെ അതിൽ താഴേക്കുള്ള കുട്ടികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയ ബർഡൻ ആവും, അവരെ കൊണ്ട് സാധിക്കില്ലാത്തൊരു കാര്യമാണ്, അവർക്ക് ടെൻഷൻ കൂട്ടും. അതുകൊണ്ട് പറ്റുന്ന ഒരു കുട്ടികളെ നമ്മൾ എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മാർക്ക് വെച്ചിരിക്കുന്നത് മാർക്ക് നോക്കി എടുക്കുന്നവർ മാത്രമാണ് എന്നല്ല, നമുക്ക് ഒരു ബോധ്യമോടെ വേണം അവർക്ക്. മനസ്സിലായി. അതെ അതെ അതെ, സർ പറഞ്ഞതുപോലെ തന്നെ എക്സാംസിന് ഒരു വളരെ വലിയൊരു പ്രാധാന്യം ഉണ്ടല്ലേ സർ? അതിലിപ്പോ എനിക്കൊന്ന് എടുത്തു പറയേണ്ടതുകൊണ്ട് നമ്മുടെ ഈ BTS അല്ലെ, എന്താ സാർ അതിനെ കുറിച്ച് പറയാനുള്ളത്? നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു കോഴ്സുകൾ ചെയ്യുന്നു. അങ്ങനെ ബ്രില്ലിൽ റിപ്പീറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ടെസ്റ്റ് സീരീസ്. ആക്ച്വലി നമ്മൾ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിന് ചേർന്ന് നടന്ന പ്രോഗ്രാം തന്നെ ഇത്. അപ്പം സാർ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ എക്സാം സിസ്റ്റം സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ സിസ്റ്റോട് ചേർന്ന് നമ്മൾ കുട്ടികളെ ജോയിൻ ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും നമ്മുടെ റിപ്പീറ്റേഴ്സിലെ കുട്ടികൾ എഴുതുന്ന സെയിം ടോപ്പിക്കൽ എക്സാം ഇവർ എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ ആഴ്ച. ഇവർക്ക് ക്ലാസ്സുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അത് ആവശ്യമുള്ളവർക്ക് ലേണിംഗ് ആപ്പിൽ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേണിംഗ് ആപ്പിലുണ്ട്. അപ്പൊ അവർക്ക് ക്ലാസ് സെലക്ട് ചെയ്ത് കാണാം. ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ക്ലാസ്സിന്റെയും ക്ലാസ് അവർ കാണണമെന്നൊന്നുമില്ല. അവർക്ക് ആവശ്യമുള്ള ഒരു കുട്ടിക്ക് ആവശ്യമുള്ള ക്ലാസ് കുട്ടിക്ക് സെലക്ട് ചെയ്ത് കണ്ടുകൊണ്ട് അവന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് അവൻ എക്സാമിന് വേണ്ടി റെഡിയാകാൻ പറ്റും. എന്തുകൊണ്ട് ബ്രില്യൻ സ്റ്റഡി സെന്റർ എന്ന് ചോദിച്ചാൽ, മികച്ച പഠനാന്തരീക്ഷം, സമർത്ഥരായ അധ്യാപകർ, ശാന്തസുന്ദരവും ആധുനിക സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ മികച്ച ക്യാമ്പസുകൾ, ശീതീകരിച്ച ക്ലാസ് റൂമുകൾ, കുട്ടികൾക്ക് കണ്ടും കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാൻ നൂതന ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ബോർഡുകൾ. പഠനം എളുപ്പമാക്കുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ബ്രില്യന്റ് ലേണിംഗ് ആപ്പ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ടാബ് കമ്പ്യൂട്ടർ സംവിധാനം, ആഴ്ചതോറും നടത്തുന്ന ക്ലാസ് ടെസ്റ്റുകൾ, അത്യാധുനിക നിലവാരത്തിലുള്ള കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ലൈബ്രറി എന്നിങ്ങനെ പഠനം മികച്ചതാക്കുവാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ബ്രില്യൻ കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ വർഷങ്ങളായിട്ടുള്ള സക്സസിന് സാക്ഷ്യം വഹിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള രണ്ടുപേരാണ് നമ്മോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. വിനുൽ സർ ആൻഡ് ബിനോയ് സർ, നമസ്കാരം രണ്ടുപേർക്കും. ശരിക്കും നമ്മുടെ ഈ വിജയ ചരിത്രത്തിന് ഒരു പുൻതൂവൽ കൂടി എന്ന് പറയാം. അതായത് ഈ പ്രാവശ്യത്തെ JEE മെയിൻസ് സെഷൻ 1 നമുക്ക് 3 ഫസ്റ്റ് റാങ്ക്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. കേരള ടോപ്പർ, അതുപോലെ ലക്ഷദ്വീപ് ടോപ്പർ, പിന്നെ അതർ കൺട്രീസിലെ ടോപ്പർ, ഔട്ട്സൈഡ് ഇന്ത്യയിലെ ടോപ്പർ, അങ്ങനെ 3 ഫസ്റ്റ് റാങ്ക്സ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഈ വർഷത്തെ NIT ആൻഡ് IIT എക്സാമിനേഷൻസിലേക്ക് കടക്കുമ്പോഴത്തേക്കും കേരളത്തിൽ നിന്നുമുള്ള 90% വിജയം കൈവരിച്ച വിദ്യാർത്ഥികളും വന്നിരിക്കുന്നത് നമ്മുടെ ബ്രില്യന്റ് അക്കാഡമിയിൽ നിന്നാണ്, അല്ലെ സർ? സാറിന് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാ വർഷവും ആ രീതിയിൽ തന്നെയാണ്. ഏകദേശം 90%-ഓളം റിസൾട്ട് നമുക്ക് തന്നെയാണ്. IIT-കളിലാണെങ്കിലും NIT-കളിലാണെങ്കിലും ഓരോ വർഷവും അഡ്മിഷൻ നേടുന്ന കുട്ടികളിൽ 90% ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ തന്നെയാണ്. അതെ, നമ്മുടെ ഈ 3 ഫസ്റ്റ് റാങ്ക്സ് എന്നതിലുപരി വേറെ എന്തൊക്കെ ഹൈലൈറ്റ്സ് ആണ് ഈ വർഷത്തെ റിസൾട്ട്സ് നമുക്ക് നൽകുന്നത്? 3 ഫസ്റ്റ് റാങ്ക് കേരള ടോപ്പർ പതിവ് പോലെ വർഷങ്ങളായിട്ടുള്ള ചരിത്രം ആവർത്തിച്ചു. അതുകൂടാതെ തന്നെ 99.9 എന്ന ഏറ്റവും സ്വപ്ന സ്കോർ, ആ സ്കോറിന് മുകളിൽ 15 കുട്ടികളാണ് നമ്മൾ ബ്രില്യന്റിൽ നിന്ന് നേടിയത്. അതുപോലെ 99% മുകളിൽ 300ഓളം കുട്ടികളാണ് സ്കോർ ചെയ്യാൻ സാധിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ്, 1ാം റാങ്കിന് 1 കോടി രൂപ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷകളിൽ മികച്ച വിജയം നേടുന്നവർക്ക് കോടികളുടെ സ്കോളർഷിപ്പുകളാണ് ബ്രില്യന്റ് നൽകി വരുന്നത്. നീറ്റ്, ജി പ്രവേശന പരീക്ഷകളിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടിയവർക്ക് 1 കോടി രൂപയും ഗോൾഡ് മെഡലുമാണ് ബ്രില്യന്റ് നൽകുന്നത്. 2024 നീറ്റ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം സ്ഥാനം നേടിയ ശ്രീനന്ദ് ശർമിലിന് 1 കോടി രൂപയും ഗോൾഡ് മെഡലും. 2022 ജി അഡ്വാൻസ്ഡ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ തോമസ് ബിജു ചീരംവേലിന് 50 ലക്ഷവും ഗോൾഡ് മെഡലും നൽകി ആദരിച്ചു. ഇത്തരത്തിൽ മികവിന് അംഗീകാരം നൽകുന്നതിന് ബ്രില്യന്റ് ഒരു പടി മുന്നിട്ട് നിൽക്കുന്നു. വളരെ
വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സക്സസ് റേഷ്യോ ഉള്ളൊരു പ്രോഗ്രാമാണ് IIT എയിംസ് ഇന്റഗ്രേറ്റഡ് +2 പ്രോഗ്രാം. ശരിക്കും +2 പഠനത്തിനോടൊപ്പം തന്നെ, അതായത് +1 +2 പഠനത്തിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഫോളോ ചെയ്യാം ആൻഡ് വി ക്യാൻ പ്രിപ്പയർ ഫോർ ദി എക്സാംസ്. അപ്പൊ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ജൂനിയർ സാറും സിജോ സാറും രണ്ടുപേരും നമ്മോടൊപ്പം ഉണ്ട്. ഇത് ശരിക്കും ഈ പ്രോഗ്രാമിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് അല്ലെ, ഓഫ്ലൈൻ, ഓൺലൈൻ, കുട്ടികളുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? +1 +2 ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാമിനാണ് IIT എയിംസ് ബാച്ച് എന്ന് പറയും. +1 +2 പഠനത്തോടൊപ്പം ഒരു നാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു അഡ്മിഷൻ നേടുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. 4 തരത്തിലാണ് ഈ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് റെഗുലർ ബാച്ച് എന്ന് പറയും. പേര് പോലെ തന്നെ എല്ലാ ദിവസവും ക്ലാസ്സുകളുള്ള ഒരു പ്രോഗ്രാമാണ്. സ്കൂൾ ടൈമിന് ശേഷം നമ്മുടെ അടുത്ത ക്ലാസ്സിന് വരുന്നതിനെയാണ് റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. അടുത്തൊരു പ്രോഗ്രാമിനെ ഹൈബ്രിഡ് പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ഹൈബ്രിഡ് ഓഫ്ലൈൻ പ്രോഗ്രാം എന്ന് പറയും. മറ്റൊരു പ്രോഗ്രാം ഹൈബ്രിഡ് ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറയും. അവിടെ കുട്ടികൾ ഇഷ്ടമുള്ള സ്കൂളിൽ പഠിച്ചിട്ട് എല്ലാ സൺഡേകളിലും 2 സാറ്റർഡേകളിലും ഞങ്ങളുടെ സെന്ററുകളിൽ ക്ലാസ്സിന് വരണം. പക്ഷെ +1 +2 ഇഷ്ടമുള്ള സ്കൂളിൽ ഇഷ്ടമുള്ള സിലബസിൽ പഠിക്കുന്നതിനാണ് ഹൈബ്രിഡ് ഓഫ്ലൈൻ പ്രോഗ്രാം എന്ന് പറയും. മറ്റൊന്ന് അടുത്തത് ഹൈബ്രിഡ് ഓൺലൈൻ പ്രോഗ്രാം. ഫുള്ളി ഓൺലൈൻ ആയിട്ട് തന്നെ നടക്കുന്ന പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും. അത് എല്ലാം ലൈവ് ക്ലാസ്സുകളാണ്. അതിന്റെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും കുട്ടികൾക്ക് ലഭിക്കും. 4ാമത്തെ കാറ്റഗറി ഈവനിംഗ് പ്രോഗ്രാം എന്ന് പറയും. അത് നമുക്ക് 2 സ്ഥലത്തെ നടക്കുന്നുള്ളൂ. തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് നടക്കുന്നത്. ക്ലാസ് നടക്കുന്നത് ഈവനിംഗ് ടൈമിൽ ഒരു 4:30 PM തൊട്ട് 7:30 PM വരെ ആയിരിക്കും ക്ലാസ് നടക്കുക. ഇതിലേക്ക് നമ്മൾ അഡ്മിഷൻ നേടുന്നത് എങ്ങനെയാണ്? അതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ് സർ? നമ്മൾ IIT എയിംസ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് സ്ക്രീനിംഗ് സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് നടത്തുന്നത്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും, പിന്നെ ബാംഗ്ലൂര്, ദുബായ്, ഖത്തർ സ്ഥലങ്ങളിലുമായിട്ട് സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തുന്നത്. ഏകദേശം ഓരോ ടെസ്റ്റിനും ഒരു 15,000 കുട്ടികൾ അധികം എക്സാം എഴുതുന്നുണ്ട്. ഈ എക്സാമിൽ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഈ പ്രോഗ്രാമുകളിലേക്ക്, ഈ പറഞ്ഞ 4 പ്രോഗ്രാമുകളിലേക്ക് സെലക്ഷൻ കൊടുക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഭൂരിപക്ഷം എൻട്രൻസ് വിജയികൾക്കും ഒരു വിലാസമാണ്. അത് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റേതാണ്. നീറ്റ് ആകട്ടെ, JEE ആകട്ടെ, കേരള എൻട്രൻസ് ആകട്ടെ, റാങ്കുകാരുടെ വിലാസം തേടുന്നവർ ആദ്യമെത്തുക ബ്രില്യന്റിലേക്കാകും. എൻട്രൻസ് ഗുരു എന്നറിയപ്പെടുന്ന ശിവകുമാർ സാറാണ് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ പബ്ലിക് റിലേഷൻസിന്റെ ജനറൽ മാനേജറാണ്, കരിയർ ഗൈഡൻസ് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ +2 കഴിയുമ്പോൾ ഈ കരിയർ ഗൈഡൻസിനുള്ളൊരു പ്രാധാന്യം എന്താണ്? അപ്പൊ ഇതില് ബ്രില്യൻ വഹിക്കുന്ന റോൾ എന്താണ് സർ? +2 ശേഷമുള്ള പ്രൊഫഷണൽ മേഖല മെഡിക്കൽ ആവാം, എഞ്ചിനീയറിംഗ് ആവാം, ഡിഗ്രി ആവാം, ഡിസൈൻ ആവാം, റിസർച്ച് ആവാം. ഏതൊരു മേഖലയിലോട്ടും ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഒരു എൻട്രൻസിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. അത് പല സ്ട്രീം പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, പലയിടത്ത് വിദേശത്തും ഇന്ത്യയിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ ഇവർക്ക് അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലോട്ട് എത്തണമെങ്കിൽ ഒരു എൻട്രൻസിലൂടെ കടന്നു പോകണം. അപ്പൊ ആ ഒരു മേഖലയെ, ഒരു എൻട്രൻസിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അങ്ങനെ വിവിധ എൻട്രൻസുകളിലൂടെ അവരാഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരു കോളേജിലോട്ടുള്ള പ്രവേശനമാണ് ബ്രില്യന്റ് ചെയ്യുന്നത്. ബ്രില്യന്റ് ഒരു 40 വർഷമായിട്ട് അല്ലെ 42 വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പം IIT ആണെങ്കിലും NIT ആണെങ്കിലും മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഐസറും IICയും ഏത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിക്കഴിഞ്ഞാലും മലയാളികൾ അവിടെ പ്രവേശനം നേടുന്നുണ്ടെങ്കിൽ അത് ഇന്ന് 90% നമ്മൾ ബ്രില്യന്റിലൂടെ എത്തിയിരിക്കുന്നു. അപ്പൊ തന്നെയാണ് ബ്രില്യന്റിന്റെ പ്രാധാന്യം. ഇന്നലെ വന്ന JEEയുടെ റിസൾട്ട് തന്നെ നമുക്കറിയാം. അത് തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. അതിനുശേഷം ഏതൊരു വിദ്യാർത്ഥിയുടെ ആണെങ്കിലും പിന്നീട് നോക്കുന്നത് അവിടുത്തെ ഫാക്കൽറ്റി, ഏത് ഫാക്കൽറ്റികളൊക്കെയാണ്, പിന്നീട് സ്റ്റഡി മെറ്റീരിയൽ, അവിടെയുള്ള സൗകര്യങ്ങൾ, ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെയുള്ളത്, അതെല്ലാം ഏറ്റവും നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലൂടെ നമുക്കിത് കിട്ടുന്നു. അപ്പം ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ബ്രില്യന്റിന്റെ വിജയത്തിന്റെ കാര്യം. അവരെ ഞങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന മേഖലയിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നു. മക്കളെ വിദൂര സ്ഥലത്തേക്ക് വിദ്യാഭ്യാസത്തിനയക്കുന്ന ഏതൊരു മാതാപിതാക്കളുടെയും ആശങ്കയായിരിക്കും അവരുടെ സുരക്ഷിതത്വം. ഇക്കാര്യം നന്നായി മനസ്സിലാക്കിയ ബ്രില്യന്റ് വിദ്യാർത്ഥികൾക്ക് സന്തോഷത്തോടെയും സുരക്ഷിതമായും താമസിക്കുന്നതിനും പഠിക്കുന്നതിനുമായി 150-ലധികം ഹോസ്റ്റലുകൾ തയ്യാറാക്കിയിരിക്കുന്നു.
ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റലുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബ്രില്യന്റിലെ ക്ലാസ് ടീച്ചർമാർ തന്നെയാണ് ഇവിടെ ഹോസ്റ്റൽ വാർഡന്മാരായും ഉള്ളത്. പഠന സൗകര്യത്തിനായുള്ള എല്ലാ ഘടകങ്ങളും ഹോസ്റ്റലിൽ ക്രമീകരിച്ചിരിക്കുന്നു. വൈഫൈ സൗകര്യം, സുരക്ഷിതത്വത്തിനായി സെക്യൂരിറ്റി സ്റ്റാഫിന്റെ സേവനം, മെഡിക്കൽ സേവനങ്ങൾ, മികച്ച ഭക്ഷണം എന്നിവ ബ്രില്യന്റ് ഹോസ്റ്റലുകളുടെ പ്രത്യേകതകളാണ്. ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ലോങ് ടേം 2-year കോഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന സിജോ സാറും പ്രണവ് സാറാണ് ജോയിൻ ചെയ്യുന്നത്. ശരിക്കും +2 പഠനത്തിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഇത്. പക്ഷെ നമ്മളത് കൺഫ്യൂസ്ഡ് ആകും നമ്മുടെ ഇന്റഗ്രേറ്റഡ് കോഴ്സസുമായിട്ട്. എന്താണ് നമ്മുടെ ഈ കോഴ്സും മറ്റു കോഴ്സും തമ്മിലുള്ള വ്യത്യാസം? മെയിൻലി ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു സ്ക്രീനിംഗ് ടെസ്റ്റ് ഉണ്ട്. ആ സ്ക്രീനിംഗ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യണം. നമ്മുടെ ഈ ഒരു കോഴ്സിന് താല്പര്യമുള്ള എല്ലാ കുട്ടികൾക്കും, താല്പര്യമുള്ള ഏത് കുട്ടിക്കും പങ്കെടുക്കാൻ പറ്റും. ഇതും നമ്മള് JEE മെയിൻ അല്ലെങ്കിൽ നീറ്റ്, ഈ 2 സെക്ഷൻ തിരിഞ്ഞുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്, സ്പെഷ്യൽ ബാച്ച് ഉണ്ട്. ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് ഇത് പോകുന്നത്. ഓഫ്ലൈൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഒരു 16 സെന്ററിൽ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ബ്രില്യന്റിന്റെ 16 സെന്ററുകളിലായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. മെയിൻലി നമ്മള് വീക്കെൻഡ് പ്രോഗ്രാം ആണ് ഇത്. ലോങ് ടൈം വീക്കെൻഡ് പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ വേറൊരു കാര്യമുള്ളത്, ഇവർക്ക് നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നുണ്ട്. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നുണ്ട്. ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്സ് എല്ലാം കൂടെ ഒന്ന് റിവിഷൻ എന്നുള്ള രീതിയിൽ ഒരു സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നുണ്ട്. ആ സ്കോളർഷിപ്പോട് കൂടി തന്നെ സെക്കൻഡ് ഇയറിൽ അപ്പൊ ആദ്യ റാങ്കിൽ വരുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ ഫീസ് ഇല്ലാതെ തന്നെ പഠിക്കാവുന്ന രീതിയിൽ. കഴിഞ്ഞ വർഷം നമ്മൾ 1 ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കും. പിന്നെ ഇവർ ചേരുമ്പോൾ ഇവരുടെ 10th മാർക്കിന്റെ ബേസിൽ അല്ലാതെ സ്കോളർഷിപ്പ് ഉണ്ടാവും. വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കുന്നതിനും റഫറൻസിനുമായി ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന മികച്ച ലൈബ്രറി സംവിധാനം ബ്രില്യന്റിന്റെ പ്രത്യേകതയാണ്. കുട്ടികൾക്ക് റഫറൻസിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ യെറ്റ് അനദർ പ്രൗഡ് പ്രോഗ്രാമാണ് ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സുകൾ. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സസ് ഹാൻഡിൽ ചെയ്യുന്ന നിഖിൽ സാറും പ്രദീപ് സാറുമാണ് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. ശരിക്കും കുട്ടികൾക്ക് ഒരു ചെറിയ ക്ലാസ് മുതൽ തന്നെ സയൻസ് വളരെയധികം ഫെമിലിയർ ആവുകയാണ്, അവർക്കൊരു അടിത്തറ നൽകുകയാണ്. ശരിക്കും 5th മുതലാണോ 4th മുതലാണോ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4th മുതൽ നമുക്ക് പ്രീ ഫൗണ്ടേഷൻ കോഴ്സ്, പ്രീ ഫൗണ്ടേഷൻ 4ഉം 5ഉം പഠിക്കുന്ന കുട്ടികൾക്ക് തികച്ചും സൗജന്യമായിട്ട്, അത് സയൻസും മാത്സും ഇൻട്രസ്റ്റ് ആക്കി എടുക്കുന്നതിന് വേണ്ടി തന്നെ. കുട്ടികൾക്ക് ചെറുപ്പത്തിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അന്വേഷിക്കും. എത്ര കുട്ടികളാണ് ഇതിൽ ജോയിൻ ചെയ്ത് ഇതുവരെ പഠിക്കുന്നത്? കേരളത്തിനും ഇന്ത്യക്ക് പുറത്തും എല്ലായിടത്തും കൂടെ ഏതാണ്ട് ഒരു 15,000-20,000 കുട്ടികൾ നമ്മുടെ ബ്രില്യന്റിൽ തന്നെ പഠിക്കും. കുട്ടികൾക്ക് ഇത് ബുദ്ധിമുട്ടാണ്, കാരണം സ്കൂൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്, ഈ ക്ലാസ്സസ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഈ സ്കൂൾ സബ്ജക്ട്സും ഇത് മാനേജ് ചെയ്യാനൊക്കെ പറ്റും, ടൈം മാനേജ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കോ? തീർച്ചയായും. നമ്മൾ അതിനു വേണ്ടി ആദ്യമേ ഒരു എക്സാമിനേഷൻ മെയിൻ ആയിട്ട് ഇവിടെ കണ്ടക്ട് ചെയ്യും. അതൊരു ഒബ്ജക്റ്റീവ് ലെവലിലുള്ള എക്സാമിനേഷൻ ആയിരിക്കും. അപ്പൊ ഓരോ സമയം ഒരു ക്വസ്റ്റിന് ഇത്ര സമയം വെച്ച് നമ്മൾ ആദ്യമേ അത് ട്രെയിൻ ചെയ്ത് വരുവാണ്. അപ്പോൾ പെൻസില് നമ്മളിപ്പോ ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ് ആണെങ്കിൽ അത് അവര് ചെയ്ത് അത് ഒരു ക്വസ്റ്റിന് 1/2 മിനിറ്റ് അവർക്ക് 30 സെക്കൻഡ് മതിയാവും. എക്സാം ഒക്കെ വരുമ്പോൾ. അപ്പൊ അവരെന്തായാലും ക്യാപ്പബിൾ ആണ് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ. ഞാൻ ചോദിക്കുന്നത് ടൈം ഇവർക്ക് ഇപ്പൊ സ്കൂൾ ഇപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ ക്ലാസ് എപ്പോഴാണ് കൊടുക്കുന്നത്? നമ്മുടെ ക്ലാസ്സുകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീക്കെൻഡിലാണ് ക്ലാസ്സുകൾ. ഓക്കെ, വീക്കെൻഡ്. പിന്നെ കുട്ടികൾക്ക് കുഴപ്പമില്ല, വീക്കെൻഡിൽ വരുമ്പോൾ നമുക്ക് വീക്കെൻഡ് ശനിയാഴ്ചകളിൽ നമ്മുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഫ്രീ ആയിട്ട് അവർക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകളെല്ലാം മനസ്സിലായി മുന്നോട്ട് പോകാം. ഇതോടൊപ്പം തന്നെ സ്കൂളും വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ചെയ്യാം. ഇവർക്ക് ഒരുപക്ഷെ സയൻസ് സബ്ജക്ട്സിന് വേറെ ട്യൂഷന്റെ പോലും ആവശ്യം ഉണ്ടാവില്ല അല്ലെ? ഒരു ആവശ്യം വരുന്നില്ല. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും പറയുന്നത് ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് സ്കൂൾ ഈസി ആയിട്ട് മാറും. ബ്രില്യന്റിന്റേത് പൂർണ്ണമായും ക്ലാസ് റൂമുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശീലനമായിരുന്നു. കോവിഡ് വ്യാപന നാളുകളിൽ പെട്ടെന്ന് അത് നിലച്ചു. ആ പ്രതിസന്ധി മറികടക്കാൻ ബ്രില്യന്റിലെ ടീം അംഗങ്ങൾ തന്നെ മുൻകൈയെടുത്താണ് ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയത്. വളരെ പെട്ടെന്ന് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം സജ്ജമാക്കി. മുത്തോലി ക്യാമ്പസിൽ സ്റ്റുഡിയോകളും തുറന്നു. ഇന്ന് 30ഓളം സ്റ്റുഡിയോകളാണ് ഇവിടെയുള്ളത്. കോവിഡ് കാലത്ത് ലോകത്തെവിടെയിരുന്നു ബ്രില്യന്റിന്റെ ക്ലാസ്സിൽ പഠിക്കാമെന്നായി. വളർച്ചയുടെ അടുത്ത ഘട്ടം അവിടെ നിന്നാണ്. ഇപ്പോൾ ഓൺലൈനായും ഓഫ്ലൈനായും 90,000-ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. അധ്യാപകരും അനധ്യാപകരുമായി 3,500-ഓളം പ്രഗത്ഭരായ വ്യക്തികളും ഇവിടെയുണ്ട്.
നമ്മോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ വെങ്കടേശ്വരനാണ്. അദ്ദേഹം ഇവിടുത്തെ സീനിയർ അക്കാഡമിക് അഡ്വൈസർ ആണ്, ഫാക്കൽറ്റി മെന്റർ ആണ്. നമസ്കാരം സർ. നമസ്കാരം. ശരിക്കും ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ വളരെ പ്രൗഡ് ആയിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ബ്രില്യൻ സയൻസ് ഒളിമ്പിയാഡ് അല്ലേ? ഡെഫിനറ്റ്ലി. അതെ. അപ്പൊ ഒരുപാട് കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്, ജോയിൻ ചെയ്യുന്നതും സക്സസ്ഫുള്ളി ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതും അല്ലേ? നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ശരിക്കും സാറിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കും. Brilliant Science Olympiad, that is BSO, we are launched on during 2023. Almost 3 years we have conducted Brilliant Science Olympiad. Yes. That is, Brilliant Science Olympiad is one of the premium Olympiads conducted by the so many agencies. Out of this, Brilliant Science Olympiad is one of the premium. One of the best. One of the premium means it will be conducted all over India, and the students from Qatar and Dubai also participating. The Brilliant Science Olympiad is for the students studying from class 5 to class 10. That is, we are our aim is to increase their foundation strong in maths and science. Okay. The question will be basically from maths and science. Science, yeah. From appearing the Olympiad, it will definitely improve their logical and analytical problem skill. Definitely, Brilliant Science Olympiad will contribute for their success in future competitive examination, including JEE Main and JEE Advanced and also NEET. ഇച്ഛാശക്തിയും ദീർഘവീക്ഷണവുമാണ് ഏതൊരു സ്ഥാപനത്തെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ബ്രില്യൻസ് ഡയറക്ടർമാരിൽ ഒരാളായ ജോർജ് തോമസ് സാറിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലയുടെ ഡയറക്ടർ മിസ്റ്റർ ജോർജ് തോമസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പ്ലീസ്. ബ്രില്യന്റ് എന്ന് പറയുന്നത് തീർച്ചയായും ഒരുപാട് കുട്ടികളുടെ ഭാവി കറക്റ്റായി മോൾഡ് ചെയ്ത് കൊണ്ടുപോയ ഒരു സ്ഥാപനമാണ്. നമുക്ക് തരുന്ന സപ്പോർട്ടിനും നമ്മളോടുള്ള സ്നേഹത്തിനും ഈ കണ്ടിന്യൂഡ് സപ്പോർട്ടിനുമായിട്ട് ഒരു സ്നേഹാദരവ് നമ്മുടെ ഭാഗത്തു നിന്ന്. Can I have the memento please? Brilliant Study Center പാലയുടെ ഡയറക്ടറിന് മൊമെന്റോ നൽകി ആദരിക്കുന്നു. The executive producer of Amrita TV. അമൃത ടെലിവിഷൻ ആദ്യമായിട്ട് ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് പ്രഖ്യാപിച്ചപ്പോൾ അതേ വേദിയിൽ വെച്ച് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് സാറിനും ആദരവ് നൽകി ബഹുമാനിക്കുവാൻ സാധിച്ചു. മാത്രമല്ല, ഞാൻ ഈ ഒരു റൂമിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ സൈഡിലെ ഷെൽഫിലായിട്ട് നിരവധി മെമന്റോസും സ്നേഹാദരങ്ങളുമാണ് ഈ കാണുന്നത്. അതിൽ നമുക്ക് മനസ്സിലാക്കാം സാർ വളരെയധികം ജനകീയനാണ്. ഹീസ് വെരി മച്ച് ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ്. അപ്പൊ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് ഈ ഒരു ജേർണിയെ കുറിച്ചാണ്. സാർ ഈ ഒരു സ്നേഹാദരങ്ങളൊക്കെ എങ്ങനെയാണ്, എന്തിന്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്, മനസ്സിലാക്കുന്നത്? ഞാൻ കുട്ടികളോട് വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന ഒരാളാണ്. അപ്പം റിസൾട്ട് കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, അതിന് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു അക്നോളജ്മെന്റ് ആണ്, അതാണ് ഈ സ്നേഹാദരങ്ങളായിട്ട് ബ്രില്യന്റിലുള്ള വിശ്വാസമാണ് ഈ കാണുന്നത്, ഞങ്ങളിലുള്ള വിശ്വാസമാണ് ഈ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഈ വർഷം ഇനി ലക്ഷക്കണക്കിന് കുട്ടികളാണ് എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഇനി എക്സാമുകളാണ് ആ ഒരു വഴിയിൽ നിൽക്കുന്നത്. അപ്പോ എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ കുട്ടികളോട് സാറിന് എന്താണ് പറയാനുള്ളത്? പഠിക്കാൻ കഴിവ് ഈശ്വരൻ തന്നതാണ്. ഈ കിട്ടിയിരിക്കുന്ന ഈ കഴിവ് ഈ ലോകത്തുള്ള പാവപ്പെട്ടവർക്കായാലും ഇവരെ കൊണ്ട് പലർക്കും ആവശ്യമുണ്ട്. അപ്പൊ അവരെ ഉദ്ധരിച്ചെടുക്കാന്, മുന്നോട്ട് കൊണ്ടുവരാന് ഈ കഴിവ് ഉപയോഗിക്കണം. അങ്ങനെ ഇവര് പഠിച്ച് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും ഈ ലോകത്തിനും തന്നെ ഈ കുട്ടികളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകും. അത് തന്നെയാണല്ലോ ഈ പിള്ളേരെ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്ന സന്ദേശം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക, പരമാവധി പറ്റുന്നത്തോളം പഠിക്കുക. ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ അഭിമാനം ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെയാണ്. നാളിതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഇവിടുത്തെ പരിശീലനത്തിൽ 1 ലക്ഷത്തോളം ഡോക്ടർമാരെയും 1.5 ലക്ഷത്തോളം എഞ്ചിനീയർമാരെയും സമൂഹത്തിന് സംഭാവന ചെയ്യുവാൻ ബ്രില്യന്റിന് സാധിച്ചിട്ടുണ്ട്. ഹലോ, ഹായ്. അടിപൊളി. നമ്മുടെ കേരളത്തിലെ ദി ബെസ്റ്റ് കോച്ചിങ് സെന്ററിലെ സ്റ്റുഡൻസ് ആണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും സുഖല്ലേ? ശരിക്കും നിങ്ങൾക്ക് ഇപ്പൊ മറ്റേത് കോച്ചിങ് സെന്ററിലെ ട്രെയിനിങ് എടുക്കുന്നതിനേക്കാളും ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ അല്ലെ ലഭിക്കുന്ന കുട്ടികളാണ് അല്ലെ? ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ഒരു പഠന രീതിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ വന്നതിന് ശേഷം ഒത്തിരി മാറിയിട്ടുണ്ട്. നേരത്തെ പഠിക്കുന്ന ടൈമിനെക്കാട്ടി ഒത്തിരി ടൈം പഠിക്കുന്നുണ്ട്.
ഇപ്പൊ ഒരു ടൈം ടേബിൾ ഉണ്ടല്ലേ, പ്രോപ്പർ ആയിട്ട് അല്ലേ, ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അതെ അതെ. നിങ്ങൾക്ക് വേണ്ട ഒരു മെന്റൽ സപ്പോർട്ട് നൽകാൻ ഇവിടെയും അതെ അതെ ഇവിടെയും ഫാക്കൽറ്റീസും ആൾക്കാരൊക്കെ ഉണ്ട്. ഭയങ്കര സപ്പോർട്ടീവ്, കോർഡിനേറ്റേഴ്സിനൊക്കെ അപ്രോച്ച് ചെയ്യാം, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. മെഡിസിൻ ആണ് പേഴ്സ് ചെയ്യാൻ പോകുന്നത്. വന്നപ്പോഴുള്ള ഒരു കോൺഫിഡൻസ് ലെവലും ഇപ്പോഴുള്ള ഒരു കോൺഫിഡൻസ് ലെവലും തമ്മിൽ എന്തായിരിക്കും ഒരു വ്യത്യാസം? വന്നത് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മോഡൽ എക്സാംസ്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ ഫേസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവല് മാർക്ക് പോവുകയാണെങ്കിലും ആ ക്വസ്റ്റ്യൻസ് അറിയാവുമ്പോൾ കോൺഫിഡൻസ് ലെവലോ പുതിയ പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതോ കൂടുക. ഇനി നമ്മള് മോഡലിന്റെ ഫസ്റ്റ് ഘട്ടം ഫസ്റ്റ് 11 എക്സാംസ് ഇപ്പം കഴിയാറായി. ഇനി 2 ഇതും കൂടെ ഉള്ളു. ഓൾ യൂണിറ്റും കൂടെ ആവുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ കോൺഫിഡൻസ് കുറച്ചും കൂടെ ബിൽഡപ്പ് ആവും. കഴിഞ്ഞ തവണത്തെ ആ ഒരു ഭയങ്കര ടഫായിട്ടുള്ള ഒരു പരീക്ഷ ഫേസ് ചെയ്തിട്ട് കോൺഫിഡൻസ് കുറഞ്ഞിട്ടായിരുന്നു നമ്മൾ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഇവരുടെ എക്സാംസിന്റെ ബ്രില്യന്റ് അതിന്റെ അനുസരിച്ച് നമ്മുടെ എക്സാംസിന്റെ ഡിഫിക്കൽട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കൂടുതൽ ഡിഫിക്കൽട്ട് എക്സാംസ് നമ്മൾ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് ഇപ്പം കുറച്ചും കൂടെ ഒരു നല്ല ലെവലിലാണ്. നിങ്ങൾ ബാച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തൊരു സെറ്റ് ഓഫ് ജൂനിയേഴ്സ് ഒക്കെ വരുമല്ലോ. മേ ബി നിങ്ങളുടെ ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവരോടൊക്കെ എന്തായിരിക്കും? ഇവിടുത്തെ മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ളത് എക്സാംസ് എല്ലാം അടിപൊളിയാണ്. കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടും. അത് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലാസ്സസ് ആയാലും ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും എല്ലാം നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാം കഴിഞ്ഞാലും നമുക്ക് കറക്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അത് അന്ന് തന്നെ അവര് ഫാക്കൽറ്റീസ് ഇടും, ക്ലാസ് ഇടും. അത് നമുക്ക് അന്ന് തന്നെ റെഫർ ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ സ്കെഡ്യൂൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്ര സമയത്ത് എഴുന്നേക്ക്, ഇത്ര നേരം പഠിക്കുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? ഇപ്പം ശരിക്കും നല്ലോണം മാറ്റം വന്നിട്ടുണ്ട്. എക്സാംസ് തുടങ്ങിയോണ്ട് ഇപ്പം അപ് ടു 13-14 hours ഡേ സ്റ്റഡി ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് സ്കെഡ്യൂൾ ഫോളോ ചെയ്താൽ. അപ്പം ക്ലാസ് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞുതരും, കോർഡിനേറ്റേഴ്സ് ഉണ്ട്, അവര് പറഞ്ഞുതരും കൃത്യം എന്താ എപ്പോഴാ ചെയ്യേണ്ടതെന്ന്. അത് ഫോളോ ചെയ്താൽ ഒരു പ്രശ്നമില്ല, നല്ലോണം അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ കോൺഫിഡന്റ് ആണ് കേട്ടോ. അവർക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല, അവർക്ക് അറിയാം അവരെ വിജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഒരു ഡൗട്ടും ഇല്ല. ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ ബ്രില്യൻ സ്റ്റഡി സെന്ററിലേക്ക് എത്തിയത്? ആക്ച്വലി +2 കഴിഞ്ഞ എന്തായാലും റിപ്പീറ്റ് ചെയ്യണമെന്ന് നീറ്റിന് അത്ര ഇഷ്ടമായിരുന്നു. അപ്പം എന്തായാലും റിപ്പീറ്റ് ചെയ്യണം. കുറെ ആൾക്കാരോട് ചോദിച്ചു, നേരത്തെ ഇവിടെ പഠിച്ച എന്റെ ഫ്രണ്ട്സിനോടും സീനിയേഴ്സിനോടും അങ്ങനെ ചോദിച്ച് അപ്പൊ അവരിങ്ങനെ പറഞ്ഞ് കൂടുതലും ബ്രില്യന്റാ, എല്ലാവരും ബ്രില്യന്റ്. പിന്നെ എന്തായാലും ബ്രില്യന്റിനെ ചൂസ് ചെയ്തു. സോ എങ്ങനെയുണ്ട് ഇപ്പോ 10 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും? ഇവര് എത്ര ഹെക്ടിക് ആണോ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എനി ഇഷ്യൂസ് ഹോസ്റ്റലാവട്ടെ എന്തെങ്കിലും കോൺസെപ്റ്റ് ക്ലാസ് വെച്ച് ഗ്രാസ്പ് ചെയ്യാനാണെങ്കിലും അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും they will help, they will reply. വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ടീം ബ്രില്യൻ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ പല ക്യാമ്പസിൽ നമുക്ക് 2 സിക്ക് റൂമുകളുണ്ട്. ആ റൂമിലേക്ക് കുട്ടികൾക്ക് ഏത് സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ തോന്നുകയാണെങ്കിൽ, അതുപോലെ പനിയോ ചുമയെങ്കിലും ഉണ്ടെങ്കിൽ ഏത് സമയത്ത് കടന്നു വരാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സിക്ക് റൂമിൽ തന്നെ സൗകര്യങ്ങളുണ്ട്. അവിടുത്തെ പനിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ കിടക്കാനായിട്ട് നമുക്ക് കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് ഏത് സമയത്തും എത്തിച്ചേരാവുന്ന ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ബ്രില്യന്റിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. രുചികരവും ആരോഗ്യപ്രദവുമായ ഭക്ഷണപാനീയങ്ങൾ നൽകുന്നതിനായി ബ്രില്യൻ ക്യാമ്പസിൽ ക്യാന്റീൻ, കഫറ്റീരിയ സംവിധാനം പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് അനുബന്ധ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനായി സ്റ്റോർ സംവിധാനവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല. സോ ഇതാണ് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ കോൾ സെന്റർ. വളരെ തിരക്കുള്ള ഒരു സെക്ഷനാണ് ഇത് കേട്ടോ. എല്ലാ തരത്തിലുള്ള അഡ്മിഷൻ റിലേറ്റഡ്, കോഴ്സ് റിലേറ്റഡ് എൻക്വയറീസ് എല്ലാം ഇവിടെയാണ് വരുന്നത്. മാത്രമല്ല നമ്മുടെ ഇവരുടെ ഒഫീഷ്യൽ ലാൻഡ് ലൈൻ നമ്പർ എല്ലാം കണക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ചിലരൊക്കെ ഭയങ്കര കൺസേൺസോട് കൂടിയായിരിക്കും, ഒത്തിരി ടെൻസ്ഡ് ആയിട്ടൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ടെൻസ് മീൻസ് കൺസേണോട് കൂടിയായിരിക്കും വിളിക്കുന്നത്. അപ്പൊ അവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ആൻസൈറ്റി ആണ് പേരന്റ്സിന്. അവരുടെ കുട്ടികളെ നമ്മൾ ഇവിടെ ചേർത്ത് കഴിയുമ്പോൾ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഫുഡ്, അക്കോമഡേഷൻ, അവരുടെ ഡ്രസ്സ്, വാഷിംഗ്, ട്രാവലിംഗ് ഫെസിലിറ്റി, ഇതൊന്നും ശീലമില്ലാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എൻക്വയറീസ് കൂടുതൽ വരാറുണ്ട്. നമ്മുടെ ഓൺ ഹോസ്റ്റലാണ് നമ്മൾ പിള്ളേർക്ക് അഡ്മിഷൻസ്
ഹോസ്റ്റൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. അത് ട്രാവലിംഗ് ഫെസിലിറ്റി നമ്മുടെ തന്നെ വണ്ടിയുണ്ട്. ഹോസ്റ്റലിൽ പോയി അവരെ പിക്ക് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യും. തിരിച്ച് അതുപോലെ തന്നെ അവരെ ഹോസ്റ്റലിൽ വിടും. ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ അവർ 100% സേഫ് ആണ്. നമ്മുടെ ടീച്ചേഴ്സ് അവിടെ ഹോസ്റ്റൽ വാർഡന്മാരായിട്ട് നിൽക്കുന്നുണ്ട്. നത്തിങ് ടു വറി. നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ പാരന്റ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്? നമ്മൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് ഇവിടെയാണ് ബേസിക് ആയിട്ടുള്ള കോൾ ആദ്യം വരുന്നത്. ഒരുപാട് അഡ്മിഷൻസ് ഒരു 80% പോകുന്നത്. പേരൻസിന്റെ റിഗാർഡിംഗ് ആയിട്ടുള്ള കൺസേൺസ് എല്ലാം ഒരു ക്ലാരിഫൈ ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അവരതിൽ സാറ്റിസ്ഫൈഡ് ആകും. നമ്മൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കും. Brilliant Study Center, India's #1 coaching center for NEET and JEE. പാലാ ബ്രില്യൻസിന്റെ മെഡിക്കൽ വിക്ടറി ഡേ 2025 അതിഗംഭീരമായ ചടങ്ങോട് കൂടിയാണ് ആഘോഷിച്ചത്. ബ്രില്യന്റ് മെഡിക്കൽ വിക്ടറി ഡേ മെഡി കോൺകർ 2025 അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ബ്രില്യന്റിന്റെ ബ്രില്യൻസ് ലെറ്റ് ഇറ്റ് സ്പ്രെഡ് ദ വേൾഡ് ഓവർ. ഐ ആം സോ ഹാപ്പി ദാറ്റ് ഐ ആം amongst children of the future of India. You are the future of India. ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന മാതാപിതാക്കളെയും അവരെ ഇത്തരത്തിൽ വളരെ വലിയ സംഭാവന ഈ രാജ്യത്തിനും രാജ്യം വഴി ലോകത്തിനും ഒരുപക്ഷെ നൽകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുള്ള, അവർക്ക് ശക്തി പകർന്നിട്ടുള്ള അധ്യാപക അനധ്യാപക വൃന്ദത്തെയും ഞാനിവിടെ ഈ വേദിയിൽ നിന്ന് നമിക്കുകയാണ്. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് 2025 പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ദീപ്നിയ DB, 2ാം റാങ്ക് കരസ്ഥമാക്കിയ ഷെഫിൻ മൻസൂർ KP, 3ാം റാങ്ക് കരസ്ഥമാക്കിയ സബീഹ ബായ് എന്നിവരെയും കീം പരീക്ഷയിൽ 2ാം സ്ഥാനം നേടിയ ഹരികിഷൻ ബൈജുവിനെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ 2200-ലധികം കുട്ടികളെയും പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയുണ്ടായി. ബ്രില്യന്റിലെ ആദ്യ ദിനം ചേർന്നതു മുതൽ വിക്ടറിയുടെ സ്വപ്നം കണ്ട ഒരാളാണ് ഞാനും. എല്ലാ വിദ്യാർത്ഥികളെയും പോലെ ഈ വേദിയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, ഏറെ അഭിമാനം. പിന്നെ ബ്രില്യന്റിന്റെ ഡയറക്ടേഴ്സ് 4 പേരും ഞാൻ കോഴിക്കോട് സെന്ററിലാണ് പഠിച്ചത്. അവിടുത്തെ ചാർജ് ഉണ്ടായിരുന്ന ജോർജ് സർ, സാറൊക്കെ വരുമ്പോൾ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരു റിലീഫ് പോലെയാണ്. സാറിന്റെ വാക്കുകളൊക്കെയാണ് നമുക്ക് ഏറ്റവും മോട്ടിവേഷനായിട്ട് മാറിയിട്ടുള്ളത്. Brilliant Study Center, India's #1 coaching center for NEET and JEE.